പ്രൈസ് ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ളവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്ത്യ ജീവിതം എന്നുള്ളതാണ്. അതിൽ നിന്നും ചുരുക്കം ചില ചിന്തകൾ അടർത്തിയെടുത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. അതിനാധാരമായി ഞാനൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:17 നാം ഇപ്രകാരം വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്താണ് ക്രിസ്ത്യ ജീവിതം? വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്? എങ്ങനെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉത്തമ സംഘങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും? ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അതായത് ഒരുവൻ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയുടെ പരമാവധിയിൽ എത്തിച്ചേരുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത 5 കാര്യങ്ങളുണ്ട്. നമ്പർ 1 വർഷിപ്പ്, ആരാധന. നമ്പർ 2 ഫെലോഷിപ്പ്, കൂട്ടായ്മ. നമ്പർ 3 ഡിസേബിൾഷിപ്പ്, ശിഷ്യത്വം. നമ്പർ 4 മിനിസ്റ്ററി, ശുശ്രൂഷ. നമ്പർ 5 ഇവാഞ്ചലിസം, സുവിശേഷവൽക്കരണം. ഈ 5 കാര്യങ്ങൾ കൂടാതെ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം പൂർണ്ണമാകില്ല. ക്രിസ്ത്യ ജീവിതം ഒരു പട്ടുമെത്തയുടെ അനുഭവമല്ല. കഷ്ടതയും പട്ടിണിയും കല്ലും മുള്ളും നിറഞ്ഞ ഒരു യാത്രയാണിത്. ഇതിലൂടെ നടക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, ഓടുവാൻ വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നല്ല പോർ പിടിച്ചു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണതയാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് ക്രിസ്ത്യ ജീവിതം, ഭൗമിക ജീവിതം എന്നിങ്ങനെ 2 തലങ്ങളുണ്ട്. ഈ ഭൂമിയെ രാജ്യങ്ങൾക്ക് അവരുടെ വിജയത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ ദൈവരാജ്യത്തിനും വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിനും ചില രഹസ്യങ്ങളുണ്ട്. ദൈവരാജ്യം ഒരു മർമ്മമാണ്. ക്രിസ്ത്യ ജീവിതം എങ്ങനെ തുടങ്ങി എന്നതിലല്ല പ്രാധാന്യം, അത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നതിലാണ് ക്രിസ്തു സന്തോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ പരീക്ഷിക്കുമെന്ന പിശാചിനോട് ഒത്തുതീർപ്പിന് തയ്യാറാകാതെ വജ്രം എന്ന വാൾ കൊണ്ട് അവനെ പരാജയപ്പെടുത്തി. ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കാതെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. ജീവിതമായതിനാൽ അതിനൊരു ആരംഭവും അവസാനവും ഉണ്ടാവും. ഇതിൽ ആരംഭം എന്ന് പറയുന്നത് വീണ്ടും ജനനം. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതം അവൻ്റെ ആരംഭം കുറിക്കുന്നു. അവസാനം എന്നത് ക്രിസ്തുവിനോടൊപ്പം ആകുക എന്നതാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ ജയാളിയാകുന്നവർക്ക് ക്രിസ്തു അനേകം പ്രതിഫലങ്ങൾ കൊടുക്കുന്നു. നമ്പർ 1 ജീവകിരീടം. നമ്പർ 2 മറിഞ്ഞിരിക്കുന്നവന. നമ്പർ 3 അവൻ്റെ ആലയത്തിൽ തൂണാക്കും. നമ്പർ 4 അവൻ്റെ പേർ വെള്ളക്കല്ലിൽ എഴുതും. നമ്പർ 5 അവൻ്റെ കൂടെ ഇരിപ്പാൻ വരം നൽകും. ആകയാൽ പ്രിയരെ, ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും വട്ടപൂജ്യം മാത്രമായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.